നമ്മളൊരു 2.5 ഏക്കർ സ്ഥലം അതിലൊരു വീടും അതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന റോഡാണ്. തൊട്ട് മുമ്പിൽ ടാറിങ് റോഡാണ്. ആ ടാറിങ്ങിൽ ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ ഭാഗമാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കണ്ടത്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴേക്കാണ് സ്ഥലം ഉള്ളത്. ഇതിൽ 1 ഏക്കർ കരയും 1.5 ഏക്കർ വയലും, അങ്ങനെയാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ഇതുപോലെ നല്ല പ്രൈവസി ഉണ്ട്. പരിസരത്തൊക്കെ ഇതുപോലെ നല്ല തോട്ടങ്ങളൊക്കെയാണ്. വീടുകളൊന്നും ഈ പരിസരത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയും കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് റിസോർട്ടിന്റെ ആവശ്യക്കാർക്ക്, ഹോം സ്റ്റേ, അതുപോലെ ഫാമിന്റെ ആവശ്യക്കാർക്ക്, അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു വീടോ സ്ഥലമാണിത്. നമ്മുടെ സ്ഥലത്തിന്റെ അതിര് ഇവിടെ ഒരു മണ്ണെടുത്തൊരു കട്ടിങ് നിങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. ഇവിടെ മുതലാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത്. നേരെ നമുക്ക് ഈ റോഡിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ വീടും ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് ഇതുപോലെ ഫുള്ളായിട്ട് മരങ്ങളാണുള്ളത്. ഇതിൽ കാപ്പിയുണ്ട്, അതുപോലെ കവുങ്ങുകൾ, തെങ്ങുകളുണ്ട്, മാവുകൾ, പ്ലാവുകളുണ്ട്, അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണുള്ളത്. ഈ വയലിന്റെ ഭാഗത്ത് അതുപോലെ ഈ കരയിലൊക്കെ ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണുള്ളത്. നമ്മൾ ആ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊരു പഴയ തൊഴുത്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. ഇതൊരു പഴയ വീടായിരുന്നു. അത് നല്ല രീതിയിലൊന്ന് റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച്, നല്ല മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിച്ച് നല്ലൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളും 3 ബാത്റൂമുകളും കിച്ചണും ഹാളൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുണ്ട്. അതുപോലെ മുറ്റമൊക്കെ ഉണ്ടല്ലേ, നല്ല സൗകര്യമുള്ള മുറ്റാണ്. കൂടുതൽ വാഹനങ്ങൾ നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ഈ മുറ്റത്തുണ്ട്. മുറ്റത്തിൻ്റെ സൈഡിലൂടെ കണ്ടില്ല, നല്ല പേരമരൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് വയനാട് ജില്ലയിലാണ് നമ്മൾ ഈ വീടോ സ്ഥലമുള്ളത്. അമ്പലവയൽ പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ നമുക്ക് കാടിൻ്റെ പ്രശ്നങ്ങൾ ഇല്ല. അങ്ങനെ മൃഗശല്യം, വന്യമൃഗശല്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണ്. സേഫായിട്ടുള്ളൊരു ഏരിയ ആണ്. മുറ്റത്തിൻ്റെ സൈഡിലൂടെ കണ്ടില്ലേ, തെങ്ങൊക്കെ അവിടെ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് വലിയ മാവ് ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ നിറയെ മാങ്ങയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു സൈലന്റ് ഏരിയ ആണ്. ഈ ഭാഗത്തെ കുറച്ച് ഏരിയ അങ്ങനെ ഫ്രണ്ടിലേക്ക് കിടക്കുന്നുണ്ട്, കരഭാഗം. അതുപോലെ വലിയ മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഹോം സ്റ്റേ, അതുപോലെ റിസോർട്ടിൻ്റെ ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീട്ടിലൊക്കെ താമസിച്ച്, പഴയ തറവാട് വീട്ടിലൊക്കെ താമസിച്ച് ഇതുപോലെ നല്ല കൃഷിയും തോട്ടത്തിൽ നിന്ന് നല്ല വരുമാനമൊക്കെ ആഗ്രഹിച്ച് നല്ല സൈലന്റ് ആയിട്ട് താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റുന്നൊരു വീടും സ്ഥലം കൂടിയാണിത്. ഇവിടെ കണ്ടില്ലേ, ഈ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് കാപ്പിയാണുള്ളത്. നേരെ നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗം കണ്ടതിന് ശേഷം നമുക്ക് ആ വയലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ അതുപോലെ ഫുള്ളായിട്ട് മരങ്ങൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നല്ല ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. സൈഡിലേക്കൊക്കെ ഇതാ മുറ്റം സൗകര്യമുണ്ട്. ഇവിടെ ബാക്കിലൊരു തിണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് തന്നെയാണ് നമ്മളെ ബാക്കിൽ അതിര് കാണുന്നത്. വെള്ളത്തിനെന്താ, നമുക്കൊരു കിണർ ഇവിടെ ഉണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഇത് തന്നെയാണ് നമ്മൾ അതിര്. ബാക്കിൽ മണ്ണ് എടുത്ത ഒരു കട്ടിങ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ തന്നെയാണ് നമ്മളെ അതിര്. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ ആ കരയിൽ നിന്ന് നേരെ ഇങ്ങനെ വയലിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് റോഡ്, ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ നടുവിലൂടെ പോകുന്ന റോഡാണ്. ഈ കോൺക്രീറ്റ് കുറച്ച് മുമ്പിൽ പോയി കഴിഞ്ഞാൽ ടാറിങ് തന്നെയാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ നല്ല റോഡ് സൗകര്യമുണ്ട്. തുടക്കത്തിൽ നമ്മളൊരു റോഡ് കാണിച്ചോ, വീട്ടിലേക്ക് വരുന്ന റോഡ് കാണിച്ചോ, കരഭാഗത്ത്. നമ്മളെ വയലിൻ്റെ ഭാഗത്ത് ഇതുപോലെ റോഡാണുള്ളത്. നല്ല റോഡ് സൗകര്യം ഇതിലുണ്ട്.
ഇതൊക്കെ വയലിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നല്ല കര പോലെ കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ കണ്ടില്ല, ഇതുപോലെ ഫുള്ള് കവുങ്ങുകളും തെങ്ങുകളും ഒക്കെയാണ് ഈ സ്ഥലത്തുള്ളത്, ഈ വയലിൻ്റെ ഭാഗത്തുള്ളത്. ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വാഴ വെച്ചിട്ടുണ്ട്. ഈ വാഴൻ്റെ ഇടയിലൂടെയൊക്കെ നല്ല കവുങ്ങും തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ 1.5 ഏക്കർ വയലിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വയലൊക്കെ കണ്ടില്ല, നല്ല കവുങ്ങും തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ. അപ്പോൾ ഇത് ടോട്ടൽ 2.5 ഏക്കർ സ്ഥലമുണ്ട്. 1 ഏക്കർ കരയും 1.5 ഏക്കർ വയലും. വയലാണെങ്കിൽ വയലിലൊക്കെ നമ്മൾ കണ്ടു ഫുള്ള് ഇതുപോലെ തെങ്ങുകളും കവുങ്ങുകളും ഒക്കെയാണുള്ളത്. കര പോലെ കിടക്കുന്ന സ്ഥലം തന്നെയാണ്. അതുപോലെ ഈ റോഡ് നല്ല സൗകര്യം തന്നെയുണ്ട്. നമ്മൾ തുടക്കത്തിൽ റോഡ് കണ്ടു, ആ കരയിലേക്ക് ആ വീട്ടിലേക്ക് വരുന്ന റോഡ്, അതൊരു റോഡ് അവിടെ ഉണ്ട്. അതുപോലെ ഈ വയലിലേക്ക് വരുന്ന റോഡാണിത്. ഇത് കുറച്ച് മുമ്പിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല ടാറിങ് റോഡാണ്. അപ്പോൾ 2 ഭാഗത്തൂടെ റോഡ് കിട്ടുന്നുണ്ട്. ഫാമൊക്കെ നടത്താൻ പ്ലാനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് ഫാമൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ നല്ല റോഡ് സൗകര്യം ഉണ്ട് ഈ ഭാഗത്ത്. അതുപോലെ നല്ല ഷെഡുകളൊക്കെ ഇവിടെ അടിക്കാം. ഇവിടെ പശു ഫാമോ അതുപോലെ പോത്ത് ഫാമോ കോഴി ഫാമോ അങ്ങനെ എന്ത് ഫാമോ ആണെങ്കിലും ഇവിടെ തുടങ്ങാം. നല്ല പ്രൈവസി ഇവിടെ ഉണ്ട്. അതുപോലെ വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട്. ഇവിടെ കുളം കുഴിക്കാനൊക്കെ നല്ല സൗകര്യം തന്നെയുണ്ട്. റോഡ് നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഈ കാലിയായി കിടക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നല്ല തൈകളൊക്കെ പ്ലാന്റ് ചെയ്യാം. നല്ല ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, അതുപോലെ തെങ്ങൻ തൈകൾ, കവുങ്ങൻ തൈകളൊക്കെ വെച്ചിട്ട് ഇനി നല്ലൊരു തോട്ടാക്കി മാറ്റണമെങ്കിൽ അതിനൊക്കെ സൗകര്യം തന്നെയുണ്ട്. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫ്രണ്ടിൽ നമ്മൾ ആ കണ്ട റോഡ്, അവിടെ നമുക്ക് കരഭാഗത്ത് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിലും ആ റോഡ് ആ ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഫാമിൻ്റെ ഒക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഈ റോഡ് നമുക്ക് അതിലേക്കൊക്കെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ നല്ലൊരു സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലം വയനാട് ജില്ലയിലാണ്, അമ്പലവയൽ പഞ്ചായത്തിലാണ്. അപ്പോൾ ഇതിന് ഒരു ടോട്ടൽ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. വിലക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര്. ഇതുപോലെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.